ഇന്ന് നമുക്ക് പരിപ്പേറി ഉണ്ടാക്കാം. അതിനായിട്ട് ചെറുപയർ പരിപ്പെടുത്ത് ഇത് കണക്ക് ഒരു പാത്രത്തിലേക്കിട്ട് ചൂടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറ് മാറി ഒരു ഗോൾഡൻ കളറ് വരണം. അത്രയും നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയാൻ മറക്കണ്ട. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പരിപ്പ് വേവിക്കാനായിട്ട് വെക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പെന്ന് പറയുന്നത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ചതാണ്. ഇനി നമുക്ക് അതിനകത്തോട്ടേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിലെ കുക്കിംഗ് റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് സദ്യയുടെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും അല്ലാതെ ചോറിൻ്റെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ കറിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂട്ടത്തിലും സദ്യയുടെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും ഒക്കെ കഴിക്കാൻ പറ്റിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.